ഈ പദവി കഴിയുന്ന സമയത്ത് IAY പദ്ധതി, ഇന്ദിരാ ആവാസ് യോജന പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട സർക്കാർ നിർദ്ദേശം പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അപ്പൊ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് ലോൺ എടുക്കാനായിട്ട് നിർദ്ദേശം നൽകി. അതനുസരിച്ച് ലോൺ എടുക്കുന്ന നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. 600ഓളം കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു സ്ഥലം കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് വലിയ നേട്ടമായി കാണുന്നത്. തീർച്ചയായും അധികാരങ്ങളും പദവികളും നമുക്ക് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അനുഭവം കഴിഞ്ഞ 2.5 വർഷക്കാലം മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ അനുഭവം, സഹപ്രവർത്തകരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ അതല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നോ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഏതെങ്കിലും ഒരു അനുഭവം? അങ്ങനെ കാര്യമായിട്ട് മനസ്സിൽ തട്ടിയ അനുഭവങ്ങൾ ഈ 2.5 വർഷത്തിനിടെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എണ്ണി പറയാവുന്ന ഒരു 5 പദ്ധതികൾ പരാമർശിക്കാൻ കഴിയുന്നു. ഒന്ന്, IAY പദ്ധതി പ്രകാരം 600 കുടുംബങ്ങൾക്ക് വീട് സമ്മാനിക്കാൻ കഴിഞ്ഞു. അത് വലിയ ചാരിതാർത്ഥവും അഭിമാനവും നൽകുന്നതാണെന്ന് പറഞ്ഞു. കൂടാതെ ഒരു 4 പദ്ധതികൾ കൂടി ഈ 2.5 വർഷത്തെ പ്രസിഡന്റ് പദവിയിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് നൽകാനായിട്ട് കഴിഞ്ഞു. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് ആസ്ഥാനത്തോട് അടുത്ത് ഏതാണ്ട് 29 ലക്ഷം രൂപ മുടക്കി ഒരു STSY വിപണന കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയുടെ മൊത്തം ഫണ്ട് നമുക്ക് ലഭിച്ചു. ജില്ലയിലെ മൊത്തം പണം ലഭിച്ചു. അതുകൂടാതെ തന്നെ ദീർഘകാലമായി നമ്മുടെ കുറവലങ്ങ കോളായിലെ മൃഗാശുപത്രിയും ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് തർക്കം നിലവിലുണ്ടായിരുന്നു സ്ഥലം സംബന്ധിച്ച്. ആ ദീർഘകാലമായി നിലനിൽക്കുന്ന ആ തർക്കം പരിഹരിച്ച് ധാരണയിലായി. അതിൻ്റെ ഫലമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ആ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ വർഷങ്ങളായി തർക്കത്തിലുണ്ടായിരുന്ന വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മേധാവി എന്നുള്ള നിലയിൽ വലിയൊരു നേട്ടം തന്നെയാണ്. അത് ഒരു നേട്ടമായിട്ട് തന്നെ കാണാം. തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞതും ആ തർക്കത്തിലായിരുന്ന സ്ഥലങ്ങൾ 2 കൂട്ടർക്കും ഉപകാരപ്രദമായ രീതിയിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാക്കി. തർക്കവും വ്യവഹാരവുമായി പോയാൽ അത് അനിശ്ചിതമായിട്ട് ആ നിലയിൽ അങ്ങ് നീണ്ടുപോകുന്നല്ലാതെ അത് മനുഷ്യന് ഉപകാരപ്രദമാകുകയായിരുന്നു. അപ്പോൾ അത് ഉപകാരപ്രദമാക്കാനായിട്ട് പരസ്പരം ചർച്ച ചെയ്ത് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട സ്ഥാപനാധികാരികളും തമ്മിൽ ധാരണയായി തീർത്തു എന്നുള്ളത് ഒരു പ്രധാനമായിട്ട് കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഭാരത നിർമ്മാൺ രാജീവ് ഗാന്ധി സേവാ കേന്ദ്രം നിർമ്മിക്കുന്നതിന് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പണിതിരിക്കുന്ന നമ്മുടെ വിപണന കേന്ദ്രത്തിൻ്റെ മുകൾ നിലകളിലായിട്ടാണ് അത് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് നമ്മുടെ പഞ്ചായത്തുകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ടും അത് കുറച്ചുകൂടെ ജനോപകാരപ്രദമായിട്ടും കാര്യങ്ങൾ നീങ്ങാനായിട്ട് ആ സ്ഥാപനത്തിൻ്റെ വരവോടുകൂടി കഴിയുമെന്നാണ് എൻ്റെ പ്രത്യാശ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് വലിയ മുന്നേറ്റം തന്നെ നടത്തിയിട്ടുള്ളതായിട്ടാണ് ജില്ലയിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ജനപ്രതിനിധികളുടെ വലിയൊരു പങ്കാളിത്തവും നേതൃത്വവും ഉണ്ടായിട്ടുമുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പം അതിനകത്ത് കഴിഞ്ഞ തലേവർഷം 4,15,00,000 രൂപയായിരുന്നെങ്കിൽ ഈ വർഷം ഏതാണ്ട് 6,03,00,000 രൂപ ചിലവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഫണ്ടിൻ്റെ കുറവല്ല. പുതിയ പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ വന്നതിന് ശേഷം നിരവധി സ്രോതസ്സിൽ കൂടി നമുക്ക് ധാരാളം പണം ലഭിക്കുന്നുണ്ട്. അത് കാര്യക്ഷമമായിട്ട് ഫലപ്രദമായിട്ട് സമയബന്ധിതമായി ചിലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഭരണനിർവഹണത്തിലെ വീഴ്ച. അതിനകത്ത് നമുക്ക് പണം കാര്യക്ഷമമായിട്ട് സമയബന്ധിതമായിട്ട് ചിലവാക്കാൻ കഴിയുന്നില്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ബഡ്ജറ്റ് അനുബന്ധ രേഖകൾ പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫണ്ട് ലാപ്സാക്കിയതായിട്ടാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും
നമ്മുടെ ബ്ലോക്ക് പ്രദേശത്ത് വളരെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ യഥാസമയങ്ങൾ സ്വീകരിച്ച് കൂടുതൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് തലയാണ്ടിനേക്കാൾ കൂടുതൽ തുക ഈ സാമ്പത്തിക വർഷം ചെലവിടാൻ കഴിഞ്ഞതെന്ന് ഞാൻ സൂചിപ്പിക്കാം. ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച പ്ലാൻ ഫണ്ട് ഷോർട്ട് ഫാൾ ഇല്ലാതെ ചിലവാക്കാൻ കഴിയും. അതുകൂടാതെ പ്ലാൻ ഫണ്ട് കൂടാതെ മറ്റ് ഫണ്ടുകളൊക്കെ നമ്മുടെ ബ്ലോക്കിൽ കൊണ്ടുവരുന്നതിനും നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. ARWSൽ പ്രവൃത്തി തന്നെ ഏതാണ്ട് 60 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. അതനുസരിച്ച് നമ്മുടെ മരങ്ങാട്ടുള്ളി പഞ്ചായത്തിലുള്ള ഏലക്കാട് ലക്ഷം വീട് കോളനിയിലെ വാട്ടർ സപ്ലൈ സ്കീം, അതുപോലെ തന്നെ കാണക്കാരി പഞ്ചായത്ത് വണ്ടപത്തേൽ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയിലെ ഏതാണ്ട് 17 ലക്ഷം രൂപ മുടക്കി നടപ്പാക്കിയ കുടിവെള്ള പദ്ധതി, അതുകൂടാതെ തന്നെ ഉടൻ തന്നെ ഉദ്ഘാടനം നടത്താൻ പോകുന്ന ആച്ചിക്കൽ കുടിവെള്ള പദ്ധതി 35 ലക്ഷം രൂപ മുടക്കി നടപ്പാക്കിയ പദ്ധതി, അതിന് വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിൻ്റെ കാലതാമസം കൊണ്ടാണ് അത് കമ്മീഷൻ ചെയ്യാൻ കഴിയാത്തത്. അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വരൾച്ച ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ള മീറ്റിംഗ് നമ്മുടെ കടുത്തുരുത്തിയിൽ MLA സാന്നിധ്യത്തിൽ നടന്നപ്പോൾ അത് അടിയന്തരമായി വൈദ്യുതി കണക്ഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് MLA നിർദ്ദേശം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ വെളിയന്നൂര്, രാമപുരം, കടനാട്, കരൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി 7 നീർത്തടങ്ങളായി 7 കോടി രൂപ മുതൽ മുടക്കി നടപ്പാക്കുന്ന സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ തുടക്കം കുറിച്ച് അതിൻ്റെ എൻട്രി പോയിന്റ് ആക്ടിവിറ്റികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. കർണാടക പഞ്ചായത്ത് അടക്കം. അപ്പം അതൊക്കെ ആ മേഖലയിലെ വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടും അതിനുള്ള പ്രവർത്തന പരിപാടികളാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മരങ്ങാട്ടുള്ളി പഞ്ചായത്തിലെ ചുള്ളപ്പാറ, കുറവലങ്ങാട് പഞ്ചായത്തിലെ നമ്പുശ്ശേരി കോളനിയിൽ അതുപോലെ തന്നെ പട്ടിത്താനത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ വനിതാ ക്ഷേമത്തിന് വേണ്ടി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ കൃഷിക്കാർക്ക് വേണ്ടി കാർഷിക വിജ്ഞാന കേന്ദ്രം പട്ടിത്താനത്ത് ഇപ്പോൾ പൂർത്തീകരിച്ച അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് മോഹൻ ജോസഫ് നിർവഹിക്കുന്നുണ്ട്. പകൽ വീടുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു വേറിട്ട പ്രവർത്തനമായിരുന്നു. പകൽ വീട് വൃദ്ധർക്കുള്ള ക്ഷേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച തുക വൃദ്ധരായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ പകൽ വീട് എന്ന സങ്കല്പം നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. കാണക്കാരി പഞ്ചായത്തിലെ കല്ലമ്പാറ ഭാഗത്ത് പകൽ വീട് അതിൻ്റെ കെട്ടിടം സ്ഥാപിച്ച് അതിനുള്ള അനുബന്ധ ഉപകരണങ്ങളൊക്കെ നൽകി നല്ല സൗകര്യത്തോടു കൂടിയാണ് ആ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ TV, അതുപോലെ തന്നെ കട്ടിലുകൾ, അതുപോലെ തന്നെ ഡൈനിങ് ടേബിള്, കസേരകൾ, ഫ്രിഡ്ജ്, മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അവിടെ. അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഒക്കെ, അതുപോലെ തന്നെ വിനോദത്തിനായിട്ടുള്ള ഉപകരണങ്ങൾ ഇതെല്ലാം നൽകിക്കൊണ്ട് നല്ലൊരു പകൽ സമയങ്ങളിൽ വൃദ്ധരായ ആളുകൾക്ക് ഒന്നിച്ചുകൂടാനും അവർക്ക് സന്തോഷപ്രദമായി കഴിയുന്നതിനുള്ള സംവിധാനത്തോടുകൂടിയാണ് നമ്മൾ ആ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെളിയന്നൂരിൽ പുതിയത് വരുന്നു. വെളിയന്നൂർ ഉഴവൂര് ഒരെണ്ണം തുടക്കം കുറിച്ചിട്ടുണ്ട്.
ഈ ആച്ചിക്കൽ കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ പ്രവർത്തനത്തിൽ തടസ്സമായി നിൽക്കുന്നത്. ഒരുപക്ഷെ കേരളം തന്നെ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു വികസന പദ്ധതിയായിരുന്നു ഡോക്ടർ KR നാരായണ നാമധേയത്തിലുള്ള ഉഴവൂർ ആശുപത്രി. ഉഴവൂർ ആശുപത്രിക്കും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ദിവസം നമ്മുടെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം വന്നിരുന്നത് നമ്മുടെ KR നാരായണന്റെ നാമധേയത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതുകൊണ്ട് അതിൻ്റെ പണികൾ ആരംഭിക്കാത്തത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ്. അത് മാസങ്ങളായിട്ട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പണികൾ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വന്ന് ആദ്യം കൂടിയ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ആദ്യമായെടുത്ത ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യത്തെ തീരുമാനം അവിടെ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്ന തീരുമാനമായിരുന്നു. അപ്പോൾ അത് ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് പരിഹരിച്ച് വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയും അവിടെ കോടികൾ മുടക്കി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാമത്തെ ഘട്ടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഉഴവൂർ ആശുപത്രിക്കൊപ്പം തന്നെ കുറവലങ്ങാട് ആശുപത്രിയുടെ കാര്യത്തിലും ചെറിയ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി. VK കുര്യന്റെ പേരിൽ പണിതീർത്ത ഒരു കെട്ടിട സമുച്ചയം, 3 നിലകളുള്ള കെട്ടിട സമുച്ചയം നിർമ്മാണത്തിന് അപാകത കൊണ്ട് എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അടച്ചിടുകയും ചെയ്തു. അപ്പോൾ വീണ്ടും തുറക്കാനുള്ള നടപടികളുണ്ട്. പക്ഷേ നിർമ്മാണ അപാകത ചൂണ്ടിക്കാണിക്കുകയും സാങ്കേതിക വിഭാഗം അടച്ചിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അത് നമ്മുടെ ജില്ലയിലെ വിദഗ്ധ സമിതി പരാതിയെ തുടർന്ന് പരിശോധിക്കുകയും അവര് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഏതാണ്ട് 10 ലക്ഷം രൂപ വരുന്ന എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയത്. അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് പ്ലാൻ ഉപയോഗിച്ച് ആ മെയിൻ്റനൻസ് പണികളെല്ലാം പൂർത്തീകരിച്ച്